ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്തിഷ്കത്തിൻ്റെ തുടർച്ചയായ അടുത്ത ഭാഗത്തെ പറ്റിയാണ്. അതേതാണ്? സുഷുമ്ന. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. അപ്പം എന്താണ് ഈ സുഷുമ്ന? മസ്തിഷ്കത്തിൽ നിന്ന് താഴേക്ക് ഏതാണ്ട് 45 സെൻറ്റിമീറ്റർ നീളത്തിൽ ചരട് പോലെയുള്ള ഒരു ഭാഗമാണ് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന. മസ്തിഷ്കത്തിൽ നിന്ന് താഴേക്ക് ഏതാണ്ട് 45 സെൻറ്റിമീറ്റർ നീളത്തിൽ ചരട് പോലെയുള്ള ഒരു ഭാഗമാണ് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന. സുഷുമ്ന കടന്നു പോകുന്നത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലൂടെയാണ്. അപ്പോൾ ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നത്. വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പം വെർട്ടിബ്രൽ കോളം എന്താണ്? അതായത് 33 കശേരുക്കൾ ചേർന്ന് വെച്ചിരിക്കുന്നതാണ്, അടുക്കി വെച്ചിരിക്കുന്നതാണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. അപ്പം അതിനകത്തുള്ള ചാല് പോലെയുള്ള ഭാഗത്തിലൂടെയാണ് ഈ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് സുഷുമ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഷുമ്ന നട്ടെല്ലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പോലെ സുഷുമ്നയും മെനിഞ്ചൻസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മസ്തിഷ്കം നമുക്കറിയാം മെനിഞ്ചൻസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സുഷുമ്നയും മെനിഞ്ചൻസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. സുഷുമ്നയുടെ ഉള്ളിൽ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്. അപ്പോൾ സുഷുമ്നയുടെ ഉള്ളിൽ ഒരു ചാല് പോലെയുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. അപ്പം ഈ സെൻട്രൽ കനാലിൽ എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്. അപ്പോൾ സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നത് എവിടെയാണ്? സെൻട്രൽ കനാലിലാണ്. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും, ഇതിൻ്റെ പുറം ഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. സുഷുമ്നയുടെ പുറം ഭാഗം വൈറ്റ് മാറ്റർ കൊണ്ടും അതുപോലെ തന്നെ ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് വൈറ്റ് മാറ്റർ? മൈലിൻ ഷീത്ത് കൂടുതലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഗ്രേ മാറ്ററോ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗമാണ് ഗ്രേ മാറ്റർ. അപ്പോൾ സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടും. അപ്പം ഇതാണ് സെൻട്രൽ കനാൽ. സുഷുമ്നയുടെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഗ്രേ മാറ്റർ, ഇതാണ് വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. മൈലിൻ ഷീറ്റ് കൂടുതലുള്ള ഭാഗമാണ് വൈറ്റ് മാറ്റർ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടുമുണ്ട്. ഇത് രണ്ടും ചേർന്ന് യോജിച്ചു വരുന്ന ഈ ഭാഗമാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇത് സുഷുമ്നയുടെ ഒരു ഛേദമാണ്. അപ്പം ഇതാണ് ഡോർസൽ റൂട്ട്, ഇതാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എടുത്തു നോക്കാം. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്നാ നാഡികൾ പുറപ്പെടുന്നു. സുഷുമ്നയിൽ നിന്ന് എത്ര ജോഡി സുഷുമ്നാ നാഡികൾ പുറപ്പെടുന്നുണ്ട്? 31 ജോഡി സുഷുമ്നാ നാഡികളാണ് ഈ സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്നത്. 31 ജോഡി സുഷുമ്നാ നാഡികൾ. ഓരോ സുഷുമ്നാ നാഡിയിലും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു. അപ്പോൾ ഓരോ സുഷുമ്നാ നാഡിയിലും എന്തുണ്ട്? ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് ഉണ്ട്. സംവേദന ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. അപ്പോൾ ഡോർസൽ റൂട്ടിലൂടെ പ്രവഹിക്കുന്നത് ഏതാണ്? സംവേദന ആവേഗങ്ങളാണെങ്കിൽ വെൻട്രൽ റൂട്ടിലൂടെ പ്രവഹിക്കുന്നത് ഏതാണ്? പ്രേരക ആവേഗങ്ങളാണ്. സംവേദന ആവേഗങ്ങളും പ്രേരക ആവേഗങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സംവേദന ആവേഗങ്ങൾ
ഡോർസൽ റൂട്ടിലൂടെ സുഷ്മിനയിലേക്കും, അപ്പോൾ സംവേദന ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷ്മിനയിലേക്കും, പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേക്ഷണം ചെയ്യുന്നതും അതുപോലെ തന്നെ നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതും സുഷ്മിനയാണ്. അപ്പം നമ്മുടെ നടത്തം, ഓട്ടം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആവേഗങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഏതാണ്? സുഷുമ്നയാണ്. അപ്പം ഇവിടെ പ്രത്യേകം പറയുന്നത് നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നെങ്കിൽ മുതിർന്നവരുടേത് നട്ടലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ കാണൂ. കാരണം നട്ടല് വളരുന്നതിനനുസൃതമായി സുഷുമ്ന വളരുന്നില്ല. അതാണ് ഇതിൻ്റെ കാരണം. അപ്പം ഇത്രയും ഭാഗമാണ് സുഷുമ്നയെ പറ്റി പഠിക്കാനുള്ളത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതിനുണ്ട് സെൻട്രൽ കനാൽ ഉണ്ട്. ഈ സെൻട്രൽ കനാൽ ചാലിലാണ് ഇവിടെ നിന്ന് സെറിബ്രോസ്പൈനൽ ദ്രവമുള്ളത്. അതുപോലെ തന്നെ ബാഹ്യഭാഗത്ത് എന്താണ് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. അതുപോലെ സുഷ്മിനയിൽ നിന്ന് ഡോർസൽ റൂട്ട്, അതുപോലെ തന്നെ വെൻട്രൽ റൂട്ട് എന്നീ നാടുകൾ എന്നിവ ചേർന്നുണ്ടാവുന്നതാണ് ഏത് സ്പൈനൽ നെർവ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. അടുത്ത് പറയുന്നത് റിഫ്ലക്സ് പ്രവർത്തനത്തെ പറ്റിയാണ്. അപ്പം എന്താണ് ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ? നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ, നമ്മുടെ അറിവില്ലാതെ തന്നെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് ഇത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താണ് റിഫ്ലക്സ് ആക്ഷൻ ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് പറയേണ്ടത്. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയണം. ഈ പ്രതികരണങ്ങൾ ബോധപൂർവമല്ല സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങൾ നമ്മുടെ ബോധപൂർവമല്ലാതെ നടക്കുന്ന പ്രതികരണങ്ങളാണ്. അപ്പം അത്തരം പ്രതികരണങ്ങളെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒരു ഉദ്ദീപനം. ഇവിടെ ഉദ്ദീപനം എന്ന് പറയുന്നത് ചൂട്. അപ്പോൾ ചൂടുള്ള എന്തോ ഒരു വസ്തുവിനെ തട്ടുമ്പോൾ കൈ പിൻവലിക്കുന്നു. അപ്പോൾ പിൻവലിക്കാനുള്ള കാരണം എന്താണ്? കാരണം എങ്ങനെയാണ് ആവേഗങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നിന്ന് ഉദ്ദീപനം വന്നു കഴിഞ്ഞാൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നതാണ് ഗ്രാഹികൾ, അല്ലേ? അപ്പോൾ ആവേഗങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ ആവേഗങ്ങൾ സംവേദനാ നാഡികളെ സുഷ്മിനയിലേക്ക് എത്തിക്കുന്നു. സംവേദനാ നാഡിയാണ് ഈ ആവേഗങ്ങളെ എവിടെ എത്തിക്കുന്നത്? സുഷ്മിനയിൽ എത്തിക്കുന്നത്. അപ്പം സുഷ്മിനയിൽ ആവേഗങ്ങളെ എത്തിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതാണ്? സംവേദന നാഡികളാണ്. അപ്പം ഇവിടെ നിന്നുള്ള ഉദ്ദീപനം സംവേദനാ നാഡി ആവേഗങ്ങളെ സുഷ്മിനയിൽ എത്തിക്കുന്നു. മനസ്സിലായില്ലേ? ഇതാണ് സംവേദന നാഡി. ഇതിവിടെയാണ് ആവേഗങ്ങളെ സുഷ്മിനയിൽ എത്തിച്ചു. ഇനി ഇവിടെ ഒരു ചുവന്ന നിറത്തിൽ ചിത്രം കണ്ടോ? ഇതാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇത് ഇന്റർ ന്യൂറോൺ. സംവേദനാ നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർ ന്യൂറോൺ. അപ്പോൾ സംവേദന ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? സംവേദനങ്ങൾക്കനുസൃതമായി വേഗത്തിൽ ഏറ്റവും മൈന്യൂട്ട് സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ അത് അനുസൃതമായിട്ട് എന്ത് ചെയ്യും? പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ എന്തുണ്ട്? സംവേദന നാഡിയും പ്രേരക നാഡിയും ബന്ധിപ്പിക്കുന്നതാണ് ഇന്റർ ന്യൂറോൺ. അപ്പോൾ ഇന്റർ ന്യൂറോണിന് ശേഷം എന്താണ്? പ്രേരക നാഡികൾ, അല്ലേ? അപ്പോൾ സുഷ്മിനയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് എത്തി. ഇവിടെ ഏതാണ് പേശിയുള്ളത്? ഇവിടെ ബന്ധപ്പെട്ട പേശി മസിൽ സെൽസ് ആണ്, മസിൽ പേശികളാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? സുഷ്മിനയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് എത്തി. ഇവിടെ ബന്ധപ്പെട്ട പേശി എന്ന് പറയുന്നത് മസിൽ പേശികളാണ്.
അപ്പോൾ കൈയിലുള്ള ഈ പേശികളിൽ എത്തിക്കുന്നു. പേശികളുടെ പ്രവർത്തനത്താൽ ഈ ബന്ധപ്പെട്ട പേശികളുടെ ഈ പ്രവർത്തനത്താൽ എന്ത് ചെയ്യുന്നു? കൈ നമ്മൾ പെട്ടെന്ന് പിൻവലിക്കുന്നു. അപ്പോൾ ഇതാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ ആവേഗങ്ങളുടെ സഞ്ചാരപാത. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് ഇത്. അപ്പോൾ ഗ്രാഹികൾ ഉദ്ദീപനം വന്നു കഴിഞ്ഞാൽ ഗ്രാഹികൾ ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. സംവേദനനാഡി ആവേഗങ്ങളെ സുഷ്മിനയിൽ എത്തിക്കുന്നു. സംവേദനനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. സംവേദന ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. അതിനുശേഷം എന്താണ്? പ്രേരകനാഡി സുഷ്മിനിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട പേശികളിൽ കൊണ്ടുപോകുന്നു. ബന്ധപ്പെട്ട പേശികൾ എന്ത് ചെയ്യും? ഈ ബന്ധപ്പെട്ട പേശികളുടെ പ്രവർത്തനത്താൽ നമുക്ക് ഇവിടെ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ ഉച്ചാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന ഇത്തരം പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. ഇതാണ് എങ്ങനെയാണ് ഉദ്ദീപനങ്ങൾ പോകുന്നത്. അപ്പോൾ ഉദ്ദീപനം എന്താ? സംവേദനനാഡി, ഇന്റർന്യൂറോൺ, പ്രേരകനാഡി, ബന്ധപ്പെട്ട മസിൽ പേശികൾ, അതിനുശേഷം കൈ പെട്ടെന്ന് പിൻവലിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. എന്താണ് റിഫ്ലക്സ് ആർക്ക്? റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതക്ക് പറയുന്നതാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. പ്രധാനമായും സുഷ്മിനയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി വർത്തിക്കുന്നത്. അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി വർത്തിക്കുന്നത് എവിടെയാണ്? സുഷ്മിനയാണ്. ഓരോ വാക്കുകളിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ റിഫ്ലക്സ് ആർക്ക് എവിടെയാണ് കാണുന്നത്? റിഫ്ലക്സ് ആർക്ക് പ്രധാനമായും സുഷ്മിനയിലാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി വർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം റിഫ്ലക്സുകളെ നമ്മൾ എന്തു പറയും? സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് പറയും. എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷ്മിനയുടെ നിയന്ത്രണത്തിലല്ല. ചില റിഫ്ലക്സുകൾ സുഷ്മിനയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ മറ്റ് എല്ലാ റിഫ്ലക്സുകളും സുഷ്മിനയുടെ നിയന്ത്രണത്തിലല്ല. ഉദാഹരണം പറഞ്ഞാൽ, കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ കണ്ണ് ചിമ്മാറില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഇതിനെ എന്ത് പറയും? സെറിബ്രൽ റിഫ്ലക്സുകളാണെന്ന് പറയും. സെറിബ്രൽ റിഫ്ലക്സ്. അപ്പം ഈ രണ്ട് റിഫ്ലക്സിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. അതായത് സെറിബ്രൽ റിഫ്ലക്സും സ്പൈനൽ റിഫ്ലക്സുകളും, സെറിബ്രൽ റിഫ്ലക്സും സ്പൈനൽ റിഫ്ലക്സും. അപ്പം ഈ സ്പൈനൽ റിഫ്ലക്സ് എന്താണ്? പ്രധാനമായും സുഷ്മിനയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നേരെ മറിച്ച് സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകളെയാണ് സെറിബ്രൽ റിഫ്ലക്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തിടെ ഇവിടെ നോക്കാം മദ്യവും റിഫ്ലക്സുകളും. അപ്പം മദ്യം മസ്തിഷ്കത്തിന്റെ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, ഗാബാന്റെ ഫുൾ ഫോം ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്. അപ്പോൾ മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. അപ്പം മസ്തിഷ്കത്തിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നാഡീയ പ്രേക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഗാബയാണ്. ഗാബാന്റെ ഫുൾ ഫോം ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്. അപ്പോൾ മദ്യം എന്ത് ചെയ്യുന്നു? മദ്യം മസ്തിഷ്കത്തിലെ ഈ ഗാബ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കൂട്ടുന്നു. അപ്പോൾ മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഈ നാഡീയ പ്രേക്ഷണത്തിന്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാവുകയും ചെയ്യുന്നു. അപ്പം ഇത്തരം ഗാബയുടെ പ്രവർത്തനം മൂലം എന്താണ് നടക്കുന്നത്? ഇവിടെ ഗാബേനെ എഫക്ട് ചെയ്യുമ്പം ഇവിടെ എന്ത് നടക്കുന്നു? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുകയും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് എടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അപ്പം ഇതാണ് ഇതിവിടെ പറയുന്നത് ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ഇവിടെ ആക്സിഡന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നമ്മെ